ആശാനെ അതെ ഞാനിപ്പോൾ 2 ആഴ്ച ആയില്ലേ അപ്പോൾ എനിക്ക് പ്രോട്ടീൻ പൗഡർ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു പ്രോട്ടീൻ പൗഡർ എടുത്താൽ കൊള്ളാം. അതോ ഇഞ്ചക്ഷൻ ആണോ? നീ ഇപ്പൊ എല്ലാം തികഞ്ഞ ഒരാളെ പോലെയാണ് നീ എന്റെ മുന്നിൽ സംസാരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങോട്ടങ്ങ് ഇരുന്നു. അല്ല 2 ആഴ്ച ആയില്ലേ, പ്രോട്ടീൻ പൗഡർ ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് മസിലൊക്കെ ആക്കാലോ. നീ പ്രോട്ടീൻ പൗഡർ ആണോ അതോ വേറെന്തോ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റിറോയിഡ്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു സ്റ്റിറോയിഡ് വെക്കുവാണെങ്കിൽ സ്റ്റിറോയിഡ് കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവൂലോ. തീർച്ചയായിട്ടും നിന്നെക്കാളും തീർച്ചയായിട്ടും എന്നെക്കാളും നല്ല ഒരു ധാരണ ഉള്ള ഒരാളാണ് നിന്റെ കൂട്ടുകാരൻ എന്നെ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിമ്മി ജോയിൻ ചെയ്താൽ ആദ്യത്തെ ഒരു 3-4 മാസമെങ്കിലും നമ്മൾ സപ്ലിമെന്റ്സിനെയോ ഒന്നും ആശ്രയിക്കാതെ നമ്മുടെ തനതായിട്ടുള്ള ആരോഗ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 3 to 4 months സപ്ലിമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പിന്നെ മറ്റൊരു കാര്യം നീ ചോദിച്ചത് സപ്ലിമെന്റ്സ് ആണോ സ്റ്റെറോയിഡ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ, ഇതിലെ 2 വിഷം തന്നിട്ട് നമ്മളൊക്കെ ചോദിക്കുകയാണ് ഇതിലേതാണ് നല്ല വിഷം എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പം സപ്ലിമെന്റ്സും സ്റ്റെറോയിഡും മാറ്റി നിർത്തുമ്പോഴത്തേക്കും ഇതിലെ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സേഫ് സോൺ നിൽക്കുകയാണ്. ഒരു സ്റ്റെറോയിഡ് ഒരിക്കലും സപ്ലിമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യില്ല. മനസ്സിലായില്ലേ? നമ്മള് ദൈവം ഉണ്ടെങ്കിൽ ചികിത്സാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒരു ഫേക്ക് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് സപ്ലിമെന്റ്സ്. അതിന്റെ ഒരു ഗുഡ് സൈഡ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഈവിൾ സൈഡ് നിൽക്കുന്ന ഒരു സാധനമാണ് സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ പൊള്ളലൊക്കെ ഏറ്റവർക്കും ഈ ആക്സിഡന്റ് പറ്റി ഈ കിടക്കുന്നവർക്കും പിന്നെ ഈ ക്രോണിക് ആയിട്ട് ആസ്മ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഡ്രഗ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ ആണ് സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആണ്. ഇപ്പോഴത്തെ ഒട്ടുമിക്ക ടീനേജേഴ്സിന്റെ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഈ 3 മാസം 4 മാസം കൊണ്ടൊക്കെ ബഡ്ഡിങ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സിന്റെ ഒക്കെ ഡ്രോയറുകളൊക്കെ തുറന്നു നോക്കിയാൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ആംബ്യൂളുകളും സ്റ്റെറോയിഡുകളുമാണ്. അത് വേറെ ഒന്നും കണ്ടല്ല, ഇവരെ ഒത്തിരി ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേക്കുന്ന ഒരു കാര്യമാണ്. സപ്ലിമെന്റ് എക്സ്പെൻസീവ് ആണ്, പക്ഷെ സ്റ്റെറോയിഡ് ചീപ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സപ്ലിമെന്റ്സിലോട്ട് പോകണ്ട. ചീപ്പായിട്ടുള്ള രീതി സ്റ്റെറോയിഡ് കിട്ടും, നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ ബോഡി സെറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഈ ഷോർട്ട് ഗോളില് ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് നേടിയവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു 2-3 സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ബാക്കപ്പ് നമുക്ക് അറിയാൻ പറ്റും. അതായത് അവർ ഈ പെട്ടെന്ന് ബഡ് ചെയ്ത് വന്നിട്ടുള്ള ബോഡി ബിൽഡേഴ്സാണ്. ഇപ്പം സോ കോൾഡ് എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 2012 ഫേസ്ബുക്ക് നമ്മൾ എടുക്കുന്നു. നമ്മളെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പ്രോഗ്രസ്സും അതിനോടൊപ്പം തന്നെ കാണാൻ പറ്റും. ചില പിള്ളേരുടെ ഒക്കെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്നലെ ജോയിൻ ചെയ്തു, 5-6 ഫോട്ടോ കഴിഞ്ഞപ്പോൾ ഇവൻ മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യ ആയിട്ടുള്ള ഫോട്ടോസ്. ദാറ്റ് മീൻസ് അവർ എത്ര പെട്ടെന്ന് ആ ഒരു അച്ചീവ്മെന്റ് നേടിയേക്കുന്നത്. അത് സ്റ്റെറോയിഡിന്റെ ബാക്കപ്പ് ഇല്ലാതെ ഒരിക്കലും നേടാൻ പറ്റത്തില്ല. നാച്ചുറൽ ആയിട്ട് പോസിബിൾ ആണെങ്കിലും മിനിമം നമ്മൾ ഒരു 2 year എങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ഒരു സ്റ്റേജിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കിലോട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതൊരു ഷോർട്ട് കട്ട് ആണ്. നമ്മൾ പറയുന്നില്ലേ, ഗൂഗിൾ മാപ്പ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം.